ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC GD പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത് 12/2/2019 ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ ആണ്. നമുക്കിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റും 2 കൺക്ലൂഷനും നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓൾ പൂപ്പിൾസ് ആർ ക്രൗസ്. രണ്ടാമത്തത് ഓൾ ക്രൗസ് ആർ കാറ്റ്സ്. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ കൊടുത്തിട്ടുള്ളത് ഓൾ കാറ്റ്സ് ആർ ക്രൗസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ സം ക്രൗസ് ആർ പൂപ്പിൾസ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വെൻ ഡയഗ്രാം വരയ്ക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ പൂപ്പിൾസ് ആർ ക്രൗസ് എന്നാണ് പറയുന്നത്. അപ്പം ഓൾ പൂപ്പിൾസ് ഇവിടെ പി ഒന്ന് കൊടുക്കാം. ഓൾ പൂപ്പിൾസ് ആർ ക്രൗസ്. പുറമുള്ളത് ക്രൗസ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ക്രൗസ് ആർ കാറ്റ്സ്. എല്ലാ ക്രൗസും കാറ്റാണ്. അപ്പം ഇങ്ങനെ കൊടുക്കാം. ഇത് കാറ്റ്. ഇനി കൺക്ലൂഷൻ നോക്കാം. ഓൾ കാറ്റ്സ് ആർ ക്രൗസ്. എല്ലാ കാറ്റും ക്രൗസ് ആണെന്നാണ് പറയുന്നത്. സോ കാറ്റ് ഏറ്റവും പുറത്ത് വരുന്നതാണ്. അപ്പം എല്ലാ കാറ്റ്സും ഒരിക്കലും ക്രൗസ് ആവത്തില്ല. അപ്പം ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ ഫാൾസ്. രണ്ടാമത്തത് സം ക്രൗസ് ആർ പൂപ്പിൾസ്. കുറച്ച് ക്രൗസ് പൂപ്പിൾസ് ആണ്. അത് ശരിയാണ്. സോ കൺക്ലൂഷൻ 2 ശരി. ഇനി തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓപ്ഷൻ ബി ബോത്ത് കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ സി എയ്തർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ ഡി ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പോൾ ഇതിൽ കൺക്ലൂഷൻ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അടുത്ത ചോദ്യം സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ നോക്കിയിട്ട് മൂന്നാമത്തെ ടേമിന് അനുയോജ്യമായിട്ടുള്ളത് ഓപ്ഷനിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ നോക്കാം. ലെതാർജി ഈസ് ടു അലേർട്ട്നെസ്. അപ്പോൾ ഇവിടെ ലെതാർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടച്ചിരിക്കുക അല്ലെങ്കിൽ ലാക്ക് ഓഫ് എനർജി എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി അലേർട്ട്നെസ് അലേർട്ടായിരിക്കുക. അതായത് ലെതാർജിയുടെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റോണിയമായിട്ടാണ് അലേർട്ട്നെസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ പീസിൻ്റെ ആൻറ്റോണിയം എന്താണ്? കാവോസ് ആണ്, അഥവാ കുഴപ്പം, കലാപം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കവോസ്. അടുത്ത ചോദ്യം സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും റിലേഷൻ നോക്കിയിട്ട് തേർഡിന് അനുയോജ്യമായിട്ടുള്ളത് ഫോർത്ത് ലെറ്റർ ആയിട്ട് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 22:441. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ വരുന്നത് 22 - 1 ദ ഹോൾ സ്ക്വയർ. അതായത് 21ൻ്റെ സ്ക്വയറാണ് 441. അപ്പോൾ ഇവിടെ 13 വരുമ്പോൾ 13 - 1 ദ ഹോൾ സ്ക്വയർ. അതായത് 12ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് വിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആൻഡ് കംപ്ലീറ്റ് ദ സീരീസ്. ഇപ്പോൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കോമ്പിനേഷൻ RTN SRO TPP UNQ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമുക്ക് 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. സോ നമ്മളിതിൻ്റെ റിലേഷൻ കണ്ടെത്തണം. ഇവിടെ തന്നിട്ടുള്ള ലെറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് RTN ആണ്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് SRO TPP. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സിൻ്റെ റിലേഷൻ നോക്കാം. RSTU എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇവിടുത്തെ റിലേഷൻ +1 ചെയ്തിട്ടാണ് പോകുന്നത്. 6 കഴിഞ്ഞ് അടുത്ത ആൽഫബറ്റാണ് S കഴിഞ്ഞിട്ട് അടുത്ത ആൽഫബറ്റാണ് T കഴിഞ്ഞിട്ടുള്ള അടുത്ത ആൽഫബറ്റാണ് U.
ദെൻ നെക്സ്റ്റ് യു കഴിഞ്ഞിട്ടുള്ള അടുത്ത ആൽഫബറ്റ് വി ആണ്. അപ്പോൾ ആൻസറിൽ വരേണ്ടത് ഫസ്റ്റ് ലെറ്റർ വി. അടുത്തത് ടി ആർ പി എൻ എന്നാണ്. അപ്പോൾ ഇവയുടെ റിലേഷൻ ടിയുടെ മുന്നേ വരുന്ന രണ്ടാമത്തെ ലെറ്ററാണ് ആറ്, ആറിൻ്റെ മുന്നേ വരുന്ന രണ്ടാമത്തെ ലെറ്ററാണ് പി, പിയുടെ മുന്നേ വരുന്ന രണ്ടാമത്തെ ലെറ്ററാണ് എൻ. അങ്ങനെയെങ്കിൽ എന്നിൻ്റെ മുന്നേ വരുന്ന രണ്ടാമത്തെ ലെറ്റർ എൽ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ലെറ്റേഴ്സ് എൻ ഒ പി ക്യു. അത് എൻ ഒ പി ക്യു ഡിഫറൻസ്, അതായത് ഒരു ലെറ്റർ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. എൻ കഴിഞ്ഞാൽ ഒ കഴിഞ്ഞാൽ പി കഴിഞ്ഞാൽ ക്യു, നെക്സ്റ്റ് ആറാണ്. സോ നമ്മുടെ ആൻസർ വി എൽ ആർ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദർ ഈസ് ഓൺലി വൺ റൺവേ വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ 7 ഫ്ലൈറ്റ്സ് 1 by 1. P and Q will use the runway neither first nor last. S will use it second after R. M will use it second before O. N will use it after O and before R. Q use it just before S. Who will use the runway third after O? അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 7 വിമാനങ്ങളുണ്ട്. അപ്പോൾ അവയ്ക്ക് പറക്കാൻ വേണ്ടിയുള്ള ഒറ്റ റൺവേ ഉള്ളൂ. അപ്പം അവർ പറക്കുന്ന രീതിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഹൂ വിൽ യൂസ് ദ റൺവേ തേർഡ് ആഫ്റ്റർ ഒ ഉപയോഗിച്ചതിന് ശേഷം മൂന്നാമതായിട്ട് ആരാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഇവിടെ എങ്ങനെയൊക്കെയാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം വന്നത് പി ആൻഡ് ക്യൂ വിൽ യൂസ് ദ റൺവേ നെയ്തർ ഫസ്റ്റ് നോർ ലാസ്റ്റ്. പിയും ക്യൂവും റൺവേ ആദ്യം ഉപയോഗിക്കുന്നില്ല, അവസാനം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്കത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത് എസ് വിൽ യൂസ് ഇറ്റ് സെക്കൻഡ് ആഫ്റ്റർ ആർ. അപ്പം എസ് ഉപയോഗിക്കുന്നത് ആർ ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമതായിട്ടാണ് എസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആർ എന്ന് കൊടുക്കാം, ഒരു സ്പേസ് കൊടുത്തിട്ട് എസ് കൊടുക്കാം. ഇനി അടുത്ത പോയിൻ്റ് പറയുന്നത് എം വിൽ യൂസ് ഇറ്റ് സെക്കൻഡ് ബിഫോർ ഒ. സോ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കത് ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം, എൻ വിൽ യൂസ് ഇറ്റ് ആഫ്റ്റർ ഒ ആൻഡ് ബിഫോർ ആർ. എൻ ഈ ഒരു റൺവേ ഉപയോഗിക്കുന്നത് ഒ ഉപയോഗിച്ചതിന് ശേഷവും ആർ ഉപയോഗിച്ചതിന് മുന്നേ ആയിട്ടാണ്. സോ എന്നിന് ഇവിടെ കൊടുക്കാം, ഒ ഇവിടെയും കൊടുക്കാം. സോ ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ നോക്കാം, അതായത് എം വിൽ യൂസ് ഇറ്റ് സെക്കൻഡ് ബിഫോർ ഒ ഉപയോഗിക്കുന്നതിന് മുന്നേ രണ്ടാമതായിട്ടാണ് എം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എം കൊടുക്കാം, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെയും ഗ്യാപ്പുണ്ട്. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം, ക്യൂ വിൽ യൂസ് ഇറ്റ് ജസ്റ്റ് ബിഫോർ എസ്. എസ്സിന് മുന്നെയാണ് ക്യൂ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇവിടെ ക്യൂ കൊടുത്തു. ദെൻ ഇനി ഇവിടെ ബാക്കിയുള്ളത് പി മാത്രമേ ഉള്ളൂ, പി ഇവിടെ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ, ഹൂ വിൽ യൂസ് ദ റൺവേ തേർഡ് ആഫ്റ്റർ ഒ. ഒ ഉപയോഗിച്ചതിന് ശേഷം മൂന്നാമതായിട്ട് ആരാണ് റൺവേ ഉപയോഗിക്കുന്നത്? 1 2 3 ക്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഡെസിമൽ നമ്പർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഇപ്പോൾ ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് ഡെസിമൽ സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 10, നെക്സ്റ്റ് 9.9, 9.89, നെക്സ്റ്റ് 9.889, നെക്സ്റ്റ് 9.8889. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 9.88889. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ എ സർട്ടൈൻ കോഡ് വൈറസ് ഈസ് റിട്ടൺ ആസ് 46. ഹൗ വിൽ ക്രസ്റ്റ് ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ ഒരു സർട്ടൈൻ കോഡ് ഉപയോഗിച്ച് വൈറസിനെ 46 എന്നും ക്രസ്റ്റിനെ എന്താണ് ഈ ഒരു രീതിയിൽ എഴുതുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വൈറസിന് 46 കിട്ടിയിട്ടുള്ളത് ഇവിടെ പിക്ചറിൽ കാണിച്ച രീതിയിൽ ഇംഗ്ലീഷ് ആൽഫബറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ലെറ്ററിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ 46 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വൈറസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ വിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഇ ആണ്, അപ്പം ഇവിടെ 5 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഐ ആണ്,
ഐയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആറാണ്. ആറിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 18 ആണ്. അപ്പോൾ ഇവിടെ 18 കൊടുക്കാം. നെക്സ്റ്റ് ആറാണ്. ആറിൻ്റെ ഓപ്പോസിറ്റ് ഐ ആണ്. 9 വന്നു. നെക്സ്റ്റ് യു ആണ്. യുടെ ഓപ്പോസിറ്റ് എഫ് ആണ്. വാല്യൂ 6 വന്നു. നെക്സ്റ്റ് എസ് ആണ്. എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എച്ച് ആണ്. എച്ചിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ ഇവിടെ 15ഉം 18ഉം 9ഉം 6ഉം 8ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് 46 വരുന്നത്. അതുപോലെ ഇനി ക്രസ്റ്റ് ചെയ്യാം. സി ആണ് ഫസ്റ്റ് ലെറ്റർ. സിയുടെ ഓപ്പോസിറ്റ് എക്സ് ആണ്. വാല്യൂ 24 വരും. നെക്സ്റ്റ് ആറാണ്. ആറിൻ്റെ ഓപ്പോസിറ്റ് ഐ, അതിൻ്റെ വാല്യൂ 9 ആണ്. നെക്സ്റ്റ് യു ആണ്. യുവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എഫ് ആണ്. വാല്യൂ 6 ആണ്. നെക്സ്റ്റ് എസ് ആണ്. എസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എച്ച് ആണ്. വാല്യൂ 8 വന്നു. നെക്സ്റ്റ് ടി ആണ്. ടിയുടെ ഓപ്പോസിറ്റ് ജി ആണ്. വാല്യൂ 7 വന്നു. അപ്പോൾ ഇവിടെ 24ഉം 9ഉം 6ഉം 8ഉം 7ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 54 വരും. സോ ആൻസർ ഓപ്ഷൻ സി 54. അടുത്ത ചോദ്യം, 4 numbers have been given out of which 3 are alike in some manner while 1 is different. Choose the odd one. അപ്പോൾ ഇവിടെ ഓഡ് വൺ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 317, 516, 215, 419. അപ്പോൾ ഇതിൽ ഓഡ് വൺ ആയിട്ട് കൊടുത്തുള്ള നമ്പർ ഏതാണ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള അധിക നമ്പേഴ്സും നോക്കാം. മിഡിലെല്ലാം 1 കിടപ്പുണ്ട്. ദെൻ നെക്സ്റ്റ് ഇനി അതിൻ്റെ രണ്ടപ്പുറത്തുള്ള സംഖ്യകൾ. ഫസ്റ്റത്തെ സംഖ്യയുടെ വലിയ സംഖ്യയാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ 3ഉം ലാസ്റ്റിൽ 7ഉം കൊടുത്തു. അടുത്ത ഓപ്ഷൻ സിയിൽ 2 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ 5 ആണ്. ഓപ്ഷൻ ഡിയിൽ 4 ആണ്. ദെൻ 9 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യാത്തത് ഓപ്ഷൻ ബി മാത്രമാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് എ ഫിഗർ എമംഗ്സ്റ്റ് ദ 4 alternatives. ദെൻ അടുത്ത ചോദ്യം, സെലക്ട് എ ഫിഗർ ഫ്രം എമംഗ്സ്റ്റ് ദ 4 alternatives ദാറ്റ് വെൻ പ്ലേസ്ഡ് ഇൻ ദ. അടുത്ത ചോദ്യം, സെലക്ട് എ ഫിഗർ ഫ്രം എമംഗ്സ്റ്റ് ദ 4 alternatives ദാറ്റ് വെൻ പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ വരുന്ന ചിത്രം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൊട്ടേഷൻ അലൗഡ് അല്ല എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പം ഈ മുകളിലത്തെ 2 ഫിഗർ നോക്കുക. അതായത് ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ മിറർ ഇമേജ് അതായിരിക്കും ഇപ്പുറത്ത് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിൽ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ വേർഡ് ഇഫ് ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് സൈഡ്. അപ്പം നമുക്കിവിടെ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വെച്ചു. ദെൻ അതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ PROWESS എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിറർ ഇമേജ് വരുന്നത് എസ് ഇങ്ങനെയാണ് വരിക. വീണ്ടും SS വന്നു. E ഇങ്ങനെ തന്നെ വരുന്നു. നെക്സ്റ്റ് W ആണ്. W ഇങ്ങനെ വന്നു. നെക്സ്റ്റ് O. അടുത്തത് R ആണ്. R ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് P. സോ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ഫിഗർ മാർക്ക്ഡ് എക്സ് ഈസ് എംബഡഡ്. അപ്പോൾ ഈ ഒരു ഫിഗർ താഴെ തന്നിട്ടുള്ളതിൽ ഏതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോ ഈ ഒരു ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ ബിയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 8 ഫ്രണ്ട്സ് A, B, C, D, E, F, H and G are sitting around a circular table facing each other for a group discussion. അപ്പോൾ ഇവിടെ
8 ഫ്രണ്ട്സ് ഒരു സർക്കുലർ ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ വരച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് ഇവരെ ഇവിടെ ഈ ഒരു സർക്കുലർ ടേബിളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എ ഈസ് ഓപ്പോസിറ്റ് എഫ് ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ എന്നാണ് പറയുന്നത്. അപ്പം എ ഇവിടെ എഫിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എനെ ഇവിടെ ഇരുത്തുകയെന്നുണ്ടെങ്കിൽ ഇവിടെ എഫ് വരണം. നെക്സ്റ്റ് കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. എ ഇരിക്കുന്നത് ഇയുടെ റൈറ്റിൽ നിന്നും സെക്കൻഡാണ്. അപ്പം ഇയെ ഇവിടെ ഇരുത്തണം. ഇയെ ഇവിടെ ഇരുത്തുമ്പോൾ ഇയുടെ റൈറ്റിൽ നിന്നും സെക്കൻഡ് എ വരുള്ളൂ. നെക്സ്റ്റ് ജി ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എ. ജി ഇരിക്കുന്നത് സിയുടെയും എയുടെയും നടുവിലാണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് ജി ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇവിടെ സി വരും. നെക്സ്റ്റ് എച്ച് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഇയുടെ ലെഫ്റ്റിലാണ് എച്ച് വരുന്നത്. അപ്പം എച്ചിന് ഇവിടെ ഇരുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. സിയുടെ ഇടത്ത് നിന്നും രണ്ടാമത് ആരാണുള്ളത്? സി ഇവിടെയാണ്. സിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. 1, 2 രണ്ടാമത്തെ ഭാഗത്ത് എ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.